ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 21 ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു ബാറ്ററൊക്കെ പൊട്ടിയിട്ട് ഒഴിവാക്കിയൊരു ഫുട്ബോളാണുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ബോളൊക്കെ വീട്ടിലുള്ളവർക്ക് ഇത് യൂസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റിയൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിന്നൊരു ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ ഉപയോഗശൂന്യമായൊരു ഫുട്ബോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോളിൻ്റെ കാറ്റടിക്കുന്ന ഭാഗത്തിന് ചുറ്റുമുള്ള 5 കട്ടകൾ ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കണം. ഇത് നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഇതിന് നമുക്ക് ഫുട്ബോൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതേ വലിപ്പത്തിലുള്ള വോളിബോളോ അല്ലെങ്കിൽ മറ്റെന്ത് ബോളായാലും കുഴപ്പമില്ല. ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ ട്യൂബിൻ്റെ ഭാഗം ആവശ്യമില്ല, നമുക്ക് ഈ കേസാണ് ആവശ്യം. അപ്പോൾ ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം. ഇവിടെ ചെറിയ ഹെക്സഗണിൻ്റെ ചുറ്റും 5 വലിയ ഹെക്സഗണാണുള്ളത്. അപ്പോൾ ഈ വലിയ ഹെക്സഗണിൽ ഞാൻ ബ്ലാക്ക് പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റേതായൊരു ഐഡിയയിൽ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് പെയിൻറ്റ് ഏകദേശം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ നമുക്ക് രണ്ടാമത്തെ പെയിൻറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പം ബ്ലാക്ക് പെയിൻറ്റ് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഹെക്സഗണിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് സ്കൈ ബ്ലൂ കളർ പെയിൻ്റാണ്. ഇത് ഒന്നുകൂടെ ഭംഗി കിട്ടുക വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെയിൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ളൊരു പെയിൻ്റ് എടുത്തിട്ട് അടിക്കുകയാണ്. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. ഈ ചകിരി ഇതിൻ്റെ ഉൾഭാഗത്ത് വെച്ച് കൊടുക്കണം. അടുത്തത് ഇതിനകത്തേക്ക് ലേശം മണ്ണ് നിറച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെടികൾ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വള്ളിച്ചെടികളാണ് എടുത്തത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വള്ളിച്ചെടികളൊക്കെ നമ്മൾ ഫുട്ബോളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വരുന്നത് കാണാൻ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. അപ്പോൾ അടുത്തതായിട്ട് ഇതൊന്ന് കെട്ടി തൂക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കയർ എടുത്തിട്ടുണ്ട്. ഈ കയർ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കയറാണ്. ഇനി ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നതാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ നമ്മൾ ഈ പഴയ ബോൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഹാങ്ങിങ് പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലുള്ള ബോളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും, വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ സ്നേഹത്തോടെ ബൈ.